അഴിമതിയുണ്ടോ? ഇല്ല, അങ്ങനെ ഞാൻ പറഞ്ഞിട്ടില്ല. ആരോപണമുണ്ടോ? ഇല്ല, അങ്ങനെ ഞാൻ പറഞ്ഞിട്ടില്ല. ഇതെല്ലാം വളരെ വൈൽഡ് ഷോട്ട്സ് ആണ്. വയനാടിനെ കുറിച്ചുള്ള ആരോപണം എന്തായി? അല്ലല്ല, ഇതൊക്കെ നല്ല മലയാളമാണ്. പക്ഷെ ഞാൻ പറഞ്ഞ കാര്യങ്ങളൊന്നും അല്ല ഈ പറയുന്നതൊന്നും. ചോദ്യങ്ങളിൽ അദ്ദേഹം പ്രകോപിതനാകുന്നു. അങ്ങേക്ക് എന്തൊക്കെയോ തെറ്റിദ്ധാരണകളുണ്ട്. അതുകൊണ്ട് ഞാൻ അങ്ങയിലേക്ക് ഞാൻ അടുത്ത ചോദ്യമായിട്ട് വരാം. അടുത്ത റൗണ്ടൊന്നും ഇല്ല. എല്ലാത്തിനു മേലെയും ഉരുണ്ട് പെരണ്ട് കളിക്കുന്ന ബി അശോകിനെയാണ് സ്മൃതി പരുത്തിക്കാടിന്റെ മുമ്പിൽ നമ്മൾ കണ്ടത്. ഞാനിവിടെ നിന്ന് ചട്ടം ഒന്നും പഠിക്കാൻ ഉദ്ദേശിക്കുന്നില്ല. അതൊക്കെ ചട്ടം പഠിപ്പിക്കാനും ഉദ്ദേശിക്കുന്നില്ല. UDF വരില്ല എന്ന സംശയം വല്ലതും പിടികൂടിയോ? നമസ്കാരം. ബി അശോക് കഴിഞ്ഞ ദിവസം ഏഷ്യാനെറ്റ് ന്യൂസിൻ്റെ ചർച്ചയിൽ പങ്കെടുത്തുകൊണ്ട് വിനു വി ജോണിനോട് മുഖ്യമന്ത്രിയെക്കുറിച്ച് പറഞ്ഞ കാര്യം സംസാരിച്ചുകൊണ്ട് നമ്മളൊരു വീഡിയോയിൽ പരാമർശം നടത്തിയിരുന്നു. സംസ്ഥാനത്ത് സർക്കാർ മാറുമ്പോൾ ആഭ്യന്തരമായും പുറത്തും ഉള്ള IASകാരുടെ ചില പ്രതികരണങ്ങളിലുള്ള വ്യത്യാസങ്ങളെക്കുറിച്ചും അതിൽ വിശദീകരിച്ചിരുന്നു. ഇപ്പോൾ ഏറ്റവും ഒടുവിൽ എക്സിറ്റ് പോളുകൾ കൂടി UDFന് സാധ്യത കൂടുതൽ കൽപ്പിച്ച ഘട്ടങ്ങളിൽ ഉണ്ടായ മാറ്റം, ഒന്നിലധികം IASകാർ പെട്ടെന്ന് പുറത്തേക്ക് വരികയും അവരുടെ സമീപനത്തിലെ വ്യത്യാസം നമുക്ക് മുന്നിൽ അവതരിപ്പിക്കുകയും ചെയ്യുന്ന കാഴ്ചയെക്കുറിച്ച് നിങ്ങൾക്കും ആലോചന നടത്താനുള്ള വകുപ്പ് ഈ ദിവസങ്ങളിൽ ഉണ്ടായിട്ടുണ്ട്. രണ്ട് തരത്തിലുള്ള സമീപനങ്ങളാണ്. ഒരു സർക്കാർ മുന്നോട്ട് പോകുന്ന ഘട്ടത്തിൽ ആ സർക്കാരിൻ്റെ ഭാഗമായി നിൽക്കുന്ന ആളുകൾ ഈ സർക്കാർ വീണ്ടും അതേ രാഷ്ട്രീയ പാർട്ടിയുടെ നേതൃത്വത്തിൽ വരും എന്നുള്ള പ്രതീക്ഷയിൽ നടത്തുന്ന ഒരു പ്രവർത്തനം. രണ്ടാമത്തേത് ഇത് പോകും, വേറെ ആളുകൾ സർക്കാർ ഉണ്ടാക്കും എന്ന് ഉള്ള പ്രതീക്ഷ വരുന്ന ഘട്ടത്തിലുണ്ടാകുന്ന ഒരു പ്രവർത്തനം, ഉടനെ ഉൾട്ടയടിച്ചുകൊണ്ടുള്ള സമീപനം. അതാണ് നമ്മൾ ഇപ്പോൾ കണ്ടുകൊണ്ടിരിക്കുന്നത്. അതിൽ ബി അശോകിൻ്റെ ഏറ്റവും ഒടുവിലത്തെ പ്രസ്താവനയാണ് ഇന്നലെ വിനു വിജോണുമായുള്ള ചർച്ചയിൽ കണ്ടത്. ഞാൻ വ്യക്തിപരമായ ജീവിതത്തിൽ കണ്ട ഏറ്റവും മോശം വ്യക്തിയായിട്ടാണ് അദ്ദേഹത്തെ കാണുന്നത് എന്ന ഒരു കാഴ്ചപ്പാടാണ് അദ്ദേഹം പങ്കുവച്ചത്. ഏറ്റവും ക്രൂരനായ, ജനങ്ങളോട് ക്രൂരമായി പെരുമാറിയ ഒരു വ്യക്തി എന്നുള്ള നിലയിൽ. അത് നമ്മൾ മറ്റൊരു വീഡിയോയിൽ അതിൻ്റെ ഉള്ളടക്കം വിശദമായി സംസാരിച്ചതാണ്. ഈ ഘട്ടത്തിൽ ഈ വീഡിയോയുമായി വരാനുള്ള ഒരു പ്രധാന കാരണം, ബി അശോക് അതിനുശേഷം വാർത്താസമ്മേളനം വിളിച്ചു. അദ്ദേഹം വാർത്താസമ്മേളനത്തിൽ കൂടി തൻ്റെ നിലപാട് ആവർത്തിച്ച് വ്യക്തമാക്കി. പക്ഷേ വൈകുന്നേരമായപ്പോൾ മൂപ്പർക്ക് പുനർവിചിന്തനം വന്നതുപോലെയുള്ള പ്രതികരണങ്ങൾ നമ്മൾ കാണുന്നു. അതുകൂടി വന്ന പശ്ചാത്തലത്തിലാണ് നമ്മളിപ്പോൾ സംസാരിക്കുന്നത്. ഏറ്റവും ഒടുവിൽ പുറത്തു വന്ന ഒരു കാര്യം, ഇന്ത്യൻ എക്സ്പ്രസ്സുമായിട്ടുള്ള ഒരു സംഭാഷണത്തിൽ കുറച്ച് നാൾ മുമ്പ് അദ്ദേഹം നടത്തിയൊരു പ്രതികരണമാണ്. ഇന്നലെ ലോകത്തിലെ വ്യക്തിപരമായി ഏറ്റവും ക്രൂരനായ ഒരു വ്യക്തിയെ, ജനങ്ങളോട് ക്രൂരമായി പെരുമാറുന്ന ഒരു വ്യക്തി എന്ന് പറഞ്ഞ പിണറായി വിജയനെക്കുറിച്ച് കുറച്ച് നാൾ മുമ്പ് ഈ ഭരണം ഒന്നും മാറും എന്നുള്ള വിചാരമൊക്കെ വരുന്നതിന് മുമ്പ് ഇതേ ബി അശോക് ഇന്ത്യൻ എക്സ്പ്രസ്സിന് നൽകിയ അഭിമുഖത്തിൽ പറഞ്ഞ കാര്യം നമ്മളൊന്ന് കേൾക്കണം. അതിങ്ങനെയായിരുന്നു. പിണറായി സാറിന് ഒരുപാട് സ്ട്രെങ്ത് ഉണ്ട്. ഹി ഈസ് വെരി ഗുഡ് വിത്ത് ബിഗ് പ്രോജക്ട്സ്. ഹി വാണ്ട് ടു ഡു എ വെരി ബിഗ് തിങ്, നോട്ട് വിത്ത് സ്റ്റാൻഡിങ് A, B, C, D's. ഏറ്റവും വലിയ അച്ചീവ്മെന്റ് അല്ലേ നാഷണൽ ഹൈവേയിൽ ചെയ്തിരിക്കുന്നത്. ഹി ഈസ് സ്പെക്ടാക്കുലർ വർക്ക് വിത്ത് ബിഗ് പ്രോജക്ട്സ്. ഫോളോ അപ്പ് ടു കൊച്ചി മെട്രോ, ഫോളോ അപ്പ് ടു യുവർ കണ്ണൂർ എയർപോർട്ട്. കമേഴ്ഷ്യൽ സക്സസ് അല്ല, മനസ്സിലായി. But he has run into some headwinds also. But Adani Port, he is very good crisis manager, very good executor. ഇത് മാത്രമല്ല, ആവോളം പ്രശംസിക്കുന്നുണ്ട് അദ്ദേഹം. പവർ ഹൈവേയിൽ പിണറായിയുടെ ഇടപെടലിനെ കുറിച്ചുകൂടി അദ്ദേഹം അന്ന് പറഞ്ഞിട്ടുണ്ടായിരുന്നു. കുടാംകുളം പവർ ഹൈവേ, which is something which ഉമ്മൻചാണ്ടി cannot do. അത് ഓരോരുത്തർ ചെന്ന് പറയുന്ന അനുസരിച്ചിട്ട് അദ്ദേഹം ഈ പറഞ്ഞ പോലെ മനസ്തവിച്ചു പോകും. പക്ഷേ വിത്ത് എ പേഴ്സൺ ലൈക്ക് മിസ്റ്റർ പിണറായി വിജയൻ, കേരള ഗോട്ട് ദാറ്റ് പ്രോജക്ട്. അതിൽ ഒരുപാട് ഡിസൈസീവ് ടേൺസിൽ ഹി ഹാസ് ബീൻ വെരി ഗുഡ് ടു ദ സ്റ്റേറ്റ്. ഇതാണ് സ്ഥിതി. നേരത്തെ തുടർഭരണം ഉണ്ടാകും എന്ന് വിചാരിച്ച കാലത്ത് കൊള്ളാവുന്നയാളാണ് പിണറായി വിജയൻ. UDF ഭരണം കിട്ടും, UDFന് ഭരണം കിട്ടും എന്ന് പ്രതീക്ഷിക്കുന്ന ഈ കാലത്ത് ജനങ്ങളോട് ഏറ്റവും ക്രൂരനായി പെരുമാറുന്നതായി ഞാൻ വ്യക്തിപരമായ ജീവിതത്തിൽ കണ്ട വ്യക്തിയുമാണ് പിണറായി വിജയൻ. ബി അശോകിൻ്റെ ഈ സമീപനം ഒറ്റപ്പെട്ട സമീപനമല്ല എന്ന് നമുക്കറിയാവുന്ന കാഴ്ചപ്പാടാണ്. എല്ലാ കാലത്തും, എല്ലാ 5 കൊല്ലം കൂടുമ്പോഴും ഇങ്ങനെ ഉള്ള സമീപനങ്ങളിൽ ഉണ്ടാവുന്ന മാറ്റം നിരവധി ഉദ്യോഗസ്ഥരിൽ നമ്മൾ കാണാറുണ്ട്. ഞാൻ പറഞ്ഞത് വെറുതെയല്ല എന്ന് ആവർത്തിക്കുന്ന ഒരാളെ ഇന്നും നമ്മൾ കണ്ടു. ഇനി സസ്പെൻഷൻ ഓർഡറും വാങ്ങി നടത്തിയ പ്രസ് മീറ്റ്, അതും കഴിഞ്ഞ് റിപ്പോർട്ടർ TVയിൽ ചർച്ചയ്ക്കെത്തിയ ബി അശോക് സ്മൃതി പരുത്തിക്കാടിനോട് ചൂടായതുകൂടി നോക്കണം. സാധാരണഗതിയിൽ ഒരു കാരണം കാണിക്കൽ നോട്ടീസ് വരുമ്പോൾ അല്ലെങ്കിൽ സസ്പെൻഷൻ നടപടി ഉണ്ടാകുമ്പോൾ അത് നിങ്ങൾ നേരിട്ട് നടത്തുന്ന ഇടപാടുകളാണ്. മറുപടിയും ചോദ്യവുമൊക്കെ നിങ്ങൾ തമ്മിൽ നടക്കുന്ന ഒരു കാര്യമാണ്. പക്ഷേ അങ്ങ് പതിവ് വിട്ട് ഒരു വാർത്താ സമ്മേളനത്തിലേക്ക് കടന്നിരിക്കുന്നു, അല്ലെങ്കിൽ മാധ്യമ ചർച്ചയിൽ പങ്കെടുക്കാനുള്ള തീരുമാനത്തിലേക്ക് വരുന്നു. അപ്പോൾ ഏറ്റവും ഒടുവിലെടുക്കുന്ന ഒരു തീരുമാനമായിരിക്കും. ഒരു സെക്കൻഡ്. ഇതിപ്പോൾ താങ്കൾ എന്താ ചെയ്യാൻ ശ്രമിക്കുന്നത്? എനിക്കൊരു കുറ്റപത്രം തരികയാണോ? ഞാൻ എന്നെ കാണാൻ വന്ന മാധ്യമങ്ങളോട് ഞാൻ ഇന്ററാക്ട് ചെയ്യും. അവിടെ എന്നോട് ചോദിക്കുന്ന ചോദ്യങ്ങൾക്ക് ഞാൻ ഉത്തരം പറയും. എനിക്ക് അതിർവരമ്പുകൾ സൃഷ്ടിക്കാനായിട്ട് ആരും ശ്രമിക്കേണ്ട. അതിന് സാധിക്കില്ല. എന്നെ സൃഷ്ടിച്ചവർക്ക് പോലും സാധിച്ചിട്ടില്ല. പിന്നെയാണോ
ഒരു മാധ്യമം എനിക്ക് അതിർവരമ്പ് സൃഷ്ടിക്കുന്നത്. ഞാൻ അതിർവരമ്പ് നിങ്ങളുടെ ചോദ്യം എന്താണ് സൃഷ്ടിച്ചു എന്നല്ല. എനിക്ക് എന്റെ ചോദ്യം അങ്ങനെയായിരുന്നില്ല. അങ്ങ് തെറ്റിദ്ധരിച്ചാണ് ശ്രീ അല്ല, ആരെയും ഞാൻ അനുവദിക്കില്ല. എനിക്കിത്രയേ ഉള്ളൂ. താങ്കളുടെ ചോദ്യം എന്താണ്? എൻ്റെ സസ്പെൻഷനെ സംബന്ധിച്ചാണോ ചോദിക്കുന്നത്? അത് ഞാനും ഗവൺമെൻറ്റും തമ്മിലുള്ളൊരു വിഷയമാണ്. ഞാൻ സർവീസ് ചട്ടം ലംഘിച്ചിട്ടുണ്ടാവാം, ലംഘിച്ചിട്ടില്ലായിരിക്കാം. അതിൻ്റെ സമാധാനം ഞാൻ അവിടെ ബോധിപ്പിച്ചോളാം. അസാധാരണമായി ഇടപെടുന്ന ഇത്തരം ആളുകളെ പെട്ടെന്ന് തിരിച്ചറിയുകയും മാധ്യമങ്ങൾ ആഘോഷിക്കുകയും ചെയ്യുന്ന കാഴ്ച നിരവധി നമ്മൾ കണ്ടിട്ടുണ്ട്. ഇപ്പോൾ ബിജു പ്രഭാകർ റിട്ടയർ ആയതിനു ശേഷം ആഘോഷിക്കപ്പെടുന്ന സാഹചര്യം നമുക്കറിയാം. ആഘോഷിക്കാനുള്ള കാരണങ്ങൾ നമ്മുടെ മുമ്പിൽ ഉണ്ട്. എന്താ അത്? ഒരേ ഒരു കാരണം, കഴിഞ്ഞ 10 വർഷം കേരളത്തിലുള്ള ഒരു കാരണം എന്താണ്? ഒരാളെക്കുറിച്ച് നിരന്തരം പറഞ്ഞുകൊണ്ടിരിക്കുക, എതിരായി പറഞ്ഞുകൊണ്ടിരിക്കുക എന്നുള്ളത്. ബി അശോക് ആ വഴിയിലേക്കാണ് ജസ്റ്റ് ഒന്ന് ചുവട് വെച്ചിരുന്നത്. എന്നാൽ ഇന്ന് അത് കഴിഞ്ഞ് ഏറ്റവും ഒടുവിൽ സ്മൃതി പരുത്തിക്കാടുമായുള്ള ഈ അഭിമുഖത്തിൽ അദ്ദേഹത്തിനോടുള്ള ചോദ്യങ്ങളിൽ അദ്ദേഹം രോഷാകുലനാകുന്നത് നമ്മൾ കാണുന്നുണ്ട്. ഞാനിവിടെ നിന്ന് ചട്ടം ഒന്നും പഠിക്കാൻ ഉദ്ദേശിക്കുന്നില്ല. അതൊക്കെ എനിക്ക് നന്നായിട്ട് അറിയാം. പഠിപ്പിക്കാനും ഉദ്ദേശിക്കുന്നില്ല. ചട്ടം എപ്പോൾ പാലിക്കണമെന്നും എപ്പോൾ അത് മറികടക്കണമെന്നും ഉദ്ദേശിക്കുന്നില്ല. എനിക്കറിയില്ല എപ്പോൾ പാലിക്കണമെന്നും എപ്പോൾ മറികടക്കണമെന്നും എനിക്ക് നന്നായിട്ട് അറിയാം. അങ്ങൊരു രോഷപ്രകടനത്തോടെ തുടങ്ങിയത് എന്താണെന്ന് ഞാൻ അത്ഭുതത്തോടെ കേൾക്കുകയാണ്. എന്റെ ചോദ്യത്തിൽ ഒരു ദുരർത്ഥവും ഉണ്ടായിരുന്നില്ല ശ്രീ അശോക്. എനിക്ക് ഒരു താല്പര്യം, എൻ്റെ പ്രശ്നം എന്ന് പറയുന്നത്, ഇവിടെ മാധ്യമങ്ങൾ പ്രവർത്തിക്കേണ്ടത് കാര്യങ്ങൾ അറിയാനും അറിയിക്കാനുമാണ്. രാവിലെ മുതൽ ചില ആളുകൾ എന്നോട് ചോദിച്ചുകൊണ്ടിരിക്കുകയാണ്, താങ്കൾ ചട്ടം ലംഘിച്ചെങ്കിൽ താങ്കൾ എന്തായാലും തല വെട്ടിക്കളയുമോ? അദ്ദേഹത്തിനുള്ള സാധ്യത കൃത്യമായി പ്രകടിപ്പിക്കാൻ പറ്റുന്ന ഒരു സ്ഥലത്താണ് അദ്ദേഹം എത്തിച്ചേർന്നത്. അതിനനുസരിച്ച് ചോദ്യങ്ങളാണ് വന്നത്. പക്ഷേ ചോദ്യങ്ങളിൽ അദ്ദേഹം പ്രകോപിതനാകുന്നു. അങ്ങേക്ക് എന്തൊക്കെയോ തെറ്റിദ്ധാരണകളുണ്ട്. അതുകൊണ്ട് ഞാൻ അങ്ങയിലേക്ക് ഞാൻ അടുത്ത ചോദ്യമായിട്ട് വരാം. ഡോക്ടർ ജി ഗോപകുമാർ, ഇപ്പോൾ വന്നിരിക്കുന്ന ഏറ്റവും അടുത്ത റൗണ്ടൊന്നുമില്ല. ചോദ്യം ചോദിക്കാനുണ്ട്. ഇപ്പൊ ചോദിക്കുക, ഇല്ലെങ്കിൽ ഞാൻ എൻ്റെ ഓഫീസിൽ ഞാൻ അവരെ ഒഴിവാക്കാം. എനിക്കതിന് സമയമില്ല. അതുകൊണ്ടാണ് ദയവായിട്ട് മനസ്സിലാക്കുക. എനിക്കൊരു ചോദ്യവും നിങ്ങളിൽ നിന്ന് ഇതുവരെ കേട്ടില്ല. എന്താണ് ഞാൻ പറഞ്ഞ കാര്യങ്ങളെക്കുറിച്ച്, സബ്സ്റ്റാൻറ്റീവായിട്ടുള്ള കാര്യങ്ങളെക്കുറിച്ച് എന്തെങ്കിലും ചോദ്യങ്ങളുണ്ടെങ്കിൽ ഉത്തരം പറയാൻ ആഗ്രഹമുണ്ട്. എന്താണ് ചോദ്യം? ഡോക്ടർ ബി അശോക്, ഞാൻ അങ്ങയോട് ആദ്യം തന്നെ ചോദിച്ചു, ഏറ്റവും ഒടുവിലത്തെ ഒരു തീരുമാനമായിട്ടാണ് ശക്തമായ പ്രതികരണവുമായി പുറത്തു വരാൻ തീരുമാനിക്കുക. ഭരണമാറ്റം ഉണ്ടാകുമെന്നുള്ള കാര്യം അങ്ങ് ഉറപ്പിക്കുകയാണോ എന്നാണ് ചോദിച്ചത്. ഒരു ചോദ്യം തെറ്റായ ചോദ്യമാണോ? ഈ സർക്കാർ താഴെ ഇറങ്ങുന്ന സർക്കാരാണ്. അങ്ങ് പറഞ്ഞല്ലോ, ഇപ്പോൾ അധികാരമില്ലാത്തൊരു സർക്കാരാണ്. അങ്ങേക്ക് സസ്പെൻഷൻ ഓർഡർ തന്ന അങ്ങ് വാർത്താ സമ്മേളനത്തിൽ പറഞ്ഞ കാര്യമാണ്. ഇപ്പോൾ ജനം വിധി എഴുതി കഴിഞ്ഞ ശേഷമുള്ള ഒരു നടപടിയായിട്ട് വരികയാണെന്ന് പറഞ്ഞു കഴിഞ്ഞു. നയപരമായ തീരുമാനങ്ങൾ എടുക്കാൻ പൂർണ്ണമായ അധികാരമില്ലാത്ത സർക്കാരാണ്. അഴിമതിയുണ്ടോ? ഇല്ല, അങ്ങനെ ഞാൻ പറഞ്ഞിട്ടില്ല. ആരോപണമുണ്ടോ? ഇല്ല, അങ്ങനെ ഞാൻ പറഞ്ഞിട്ടില്ല. അതിൽ അങ്ങേക്ക് കൃത്യമായ അഴിമതിയുമായി ബന്ധപ്പെട്ട സൂചനകൾ അങ്ങയുടെ പക്കലുണ്ടോ, അതോ അങ്ങയുടെ സംശയങ്ങളാണ്? ഇല്ല, ഇതല്ല വളരെ വൈൽഡ് ഷോട്ട്സ് ആണ്. നിങ്ങൾക്ക് ചോദ്യത്തെ പറ്റി രൂപം കിട്ടുന്നില്ല. അല്ല, ഞാൻ സ്പെസിഫിക് ആയിട്ട് ഇന്ന് സംസാരിച്ച എവിടെയും ഞാൻ ഒരു സ്പെസിഫിക് അഴിമതി അരങ്ങേറിയെന്ന് ഞാൻ ആരോപിച്ചിട്ടില്ല. വയനാടിനെ കുറിച്ചുള്ള ആരോപണം എന്തായി? അതൊന്നും ഞാൻ അങ്ങനെയല്ല പറഞ്ഞത്. അത് പലർക്ക് വീതിച്ചു കൊടുക്കാൻ വേണ്ടിയിട്ടാണ് പറഞ്ഞത്. അല്ലാതെ അതിൽ ULCCക്ക് എന്തെങ്കിലും പ്രശ്നമുണ്ട് എന്നുള്ളതല്ല. അപ്പോൾ ഈ വീടുകൾ ഈ പറയുന്ന ടൗൺഷിപ്പുമായി ബന്ധപ്പെട്ട്, അതിന്റെ നിർമ്മാണവുമായി ബന്ധപ്പെട്ട്, അത് ഏൽപ്പിച്ചവരുമായി ബന്ധപ്പെട്ട് അങ്ങേക്ക് ചില സംശയങ്ങളുണ്ട് എന്നല്ലേ മനസ്സിലാക്കേണ്ടത്? ഇതിൽ വലിയ രീതിയിൽ പ്രാഗൽഭ്യമില്ലാത്തവരെയാണ് ഏൽപ്പിച്ചത് എന്ന അഭിപ്രായമാണോ? കാര്യങ്ങൾ എന്തോ അല്ലല്ല, ഇതൊക്കെ നല്ല മലയാളമാണ്. പക്ഷെ ഞാൻ പറഞ്ഞ കാര്യങ്ങളൊന്നും അല്ല ഈ പറയുന്നതൊന്നും. എല്ലാത്തിനു മേലെയും ഉരുണ്ട് പേരണ്ട് കളിക്കുന്ന ബി അശോകിനെയാണ് സ്മൃതി പരുത്തിക്കാടിൻ്റെ മുമ്പിൽ നമ്മൾ കണ്ടത്. വിനു വി ജോണിന് മുന്നിൽ ധൈര്യശാലിയായ പുലി എന്ന് വാഴ്ത്തപ്പെട്ട അതേ ബി അശോക് പെട്ടെന്നൊരു ദിവസം ഇങ്ങനെ മാറുന്നത് എന്തുകൊണ്ടായിരിക്കും? സസ്പെൻഷൻ ഓർഡർ തെരഞ്ഞെടുപ്പ് കമ്മീഷൻ്റെ കൂടി അനുവാദത്തോടെ എന്ന് കേൾക്കുന്നു. അവർക്ക് കൂടി ബോധ്യപ്പെടും വിധത്തിൽ തയ്യാറാക്കിയതിൻ്റെ ഡീറ്റെയിൽസ് എങ്ങാനും കയ്യിൽ കിട്ടിയതുകൊണ്ടാണോ? ഇനി അതല്ല, ഇന്ത്യൻ എക്സ്പ്രസ് നമ്മൾ നേരത്തെ കാണിച്ചതുപോലെ പഴയ കാര്യം കൂടി എടുത്ത് പണ്ടത്തെ സമീപനവും ഇപ്പോഴത്തെ സമീപനം ഉൾട്ടയടിച്ചുള്ള ചോദ്യത്തിൻ്റെ തുടർച്ചയായിട്ടാണോ? അതോ ഇന്നത്തെ എക്സിറ്റ് പോളിൽ, ടുഡേസ് ചാണക്യ എക്സിറ്റ് പോളിൽ UDF വരില്ല എന്ന സംശയം വല്ലതും പിടികൂടിയോ? തുടർഭരണ സാധ്യത കൂടി നിലനിർത്തിക്കൊണ്ടാണ് ടുഡേസ് ചാണക്യയുടെ എക്സിറ്റ് പോൾ. LDF 64 സീറ്റ് മുതൽ 73 സീറ്റ് വരെ നേടും എന്നവർ പ്രവചിക്കുന്നുണ്ട്. UDFന് 60 മുതൽ 78 സീറ്റ് വരെയും LDF 55 മുതൽ 73 വരെ സീറ്റും നേടുമെന്നാണ് ടുഡേസ് ചാണക്യയുടെ എക്സിറ്റ് പോൾ. ഇനിയിപ്പോൾ ഇന്നലത്തെ എക്സിറ്റ് പോളൊക്കെ കണ്ട ആഹ്ലാദത്തിൽ വിനുവിനോട് രണ്ടും കൽപ്പിച്ചെല്ലാം പറഞ്ഞ് ഇന്ന് ടുഡേസ് ചാണക്യ വന്നപ്പോൾ ആ ധൈര്യമൊക്കെ പോയോ എന്നുള്ളതാണ് എൻ്റെ സംശയം. സ്മൃതി പരുത്തിക്കാട് എന്ത് ധൈര്യത്തിലാണ് ഈ ആരോപണമൊക്കെ പറഞ്ഞത്? തുടർഭരണം കിട്ടില്ല, UDF വരുമെന്ന് ഉറപ്പിച്ചിട്ടാണോ എന്ന് ചോദിച്ചപ്പോൾ മൂപ്പര് ചൂടാവുന്നുണ്ട്. എന്തായാലും ഇതാണ് ബി അശോകിൻ്റെ ഇന്നത്തെ സ്ഥിതി. ഇനിയിപ്പോൾ 4-ാം തീയതി വരെ ഇങ്ങനെ മാറി മറിഞ്ഞുകൊണ്ടിരിക്കുമോ എന്ന് നമുക്ക് കാത്തിരുന്ന് കാണാം. ആകെ മൊത്തം IASകാരൊക്കെ പടയായി ഇറങ്ങി എന്നാണ് കഥ. എല്ലാ കാലത്തിൻ്റെയും തനിയാവർത്തനങ്ങളാണ്. ഭരണ മാറ്റത്തെക്കുറിച്ച് പ്രതീക്ഷിച്ച് ഒരു വിഭാഗം മറ്റൊരിടത്തേക്ക് യാത്ര ചെയ്യുന്നു.
ഭരണം മാറില്ല എന്ന് വിചാരിച്ച് മറ്റൊരു വിഭാഗം വേറൊരിടത്ത് യാത്ര ചെയ്യുന്നു. അതായത് ഭരണത്തെ ചുറ്റിപ്പറ്റി നടക്കുന്ന ഇത്തരം കൂട്ടുകൃഷികൾ എല്ലായിടത്തും ഉണ്ടാകാറുണ്ട്. അത്തരത്തിൽ ഉള്ള ഭരണത്തെ കേന്ദ്രീകരിച്ചിട്ടുള്ള കൂട്ടായ്മയുടെ ഒരു തുടർച്ചയായിട്ട് അതിൻ്റെ പ്രതീകമായിട്ട് ഇവിടെ നമ്മുടെ മുമ്പിൽ ഒരുപാട് IASകാർ നിൽക്കുകയാണ് എന്നാണോ നമ്മൾ ധരിക്കേണ്ടത്? എന്തായാലും അറിയില്ല. ഇമാതിരി കാഴ്ചകളൊക്കെ കണ്ട് നമുക്ക് അന്തിച്ചിരിക്കാം എന്ന് മാത്രം. പക്ഷേ 4-ാം തീയതി വരെ എന്തായാലും കാത്തിരുന്നാൽ മറ്റു പല കളികൾ കൂടി നമുക്ക് കാണാൻ കഴിയും. നന്ദി, നമസ്കാരം.